करो। Are you a sleeping Christian? ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഉറങ്ങുന്ന ക്രിസ്ത്യാനികളോ? All the time sleeping till 8 o'clock. എല്ലായ്പ്പോഴും 8 മണി വരെ ഉറങ്ങി കഴിയുന്നവരോ? Young people, യുവജനങ്ങളെ, make up your mind. നിങ്ങളുടെ മനസ്സുകൾ ധൈര്യപ്പെടുത്തുക. When you are very young, നിങ്ങൾ വളരെ യുവത്വത്തിലായിരിക്കുമ്പോൾ that is the high time to seek God. ആ സന്ദർഭത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. You want whatever you ask, it should be granted. You have to rise up early in the morning every day. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ അതിരാവിലെ എഴുന്നേൽക്കണം. You and your wife and children gather together. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പീൻ. Kneel down. മുട്ടുകുത്തുവീൻ. Look unto God. ദൈവത്തെങ്കിലേക്ക് നോക്കുവീൻ. And start crying. ദൈവത്തോട് കരഞ്ഞപേക്ഷിപ്പീൻ. He'll come straight to you. നേരിട്ട് ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. Hear all your cries. നിങ്ങളുടെ കരച്ചിലെല്ലാം ദൈവം കേൾക്കും. You pray all the cry of yours. നിങ്ങളുടെ കരച്ചിലോ പ്രാർത്ഥനയും അപേക്ഷയും വരണം. My precious children of God, എൻ്റെ പ്രിയ ദൈവമക്കളെ, there are so many promises in the word of God. ദൈവത്തിന്റെ തിരുവചനത്തിൽ അനേകം വാഗ്ദത്തങ്ങൾ ഉണ്ട്. Firstly, we will meditate, ask, and it shall be given unto you. ഒന്നാമതായി, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നത് നമുക്ക് ധ്യാനിക്കാം. Unless you pray every day as much as you can, you cannot shine for the glory of God, and you cannot be a true Christian. നിങ്ങൾക്ക് കഴിവിടത്തോളം ഓരോ നാളും ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജയപ്രദമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. If you read Psalm 34 verse 6, സങ്കീർത്തനം 34:6 വായിക്കുമെങ്കിൽ David writes like this. ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: This poor man cried, ഈ എളിയവൻ നിലവിളിച്ചു, and the Lord heard him, യഹോവ അവനെ കേട്ടു, and saved him out of all his troubles. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. What is our faith? എന്താണ് നമ്മുടെ വിശ്വാസം? Cry before the Lord. ദൈവസന്നിധിയിൽ കരയണം. We pray unto him. ദൈവത്തോട് പ്രാർത്ഥിക്കണം. Then we believe പിന്നെ നാം വിശ്വസിക്കുമ്പോൾ that God hears our cries നമ്മുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ and removes all the problems from our lives. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം എല്ലാ പ്രശ്നങ്ങളെയും എടുത്തു മാറ്റുന്നു. This is what asking. ഇതാണ് യാചിപ്പിൻ എന്നതിന്റെ അർത്ഥം. Very simple thing. വളരെ ലളിതമായ കാര്യം. That it has got lot of blessings in that. എന്നാൽ അതിൽ ധാരാളം അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. Cling on to him. ദൈവത്തെ മുറുകെ പിടിക്കണം. I am crying. ഞാൻ കരയുന്നു. I am crying to the great Lord. വലിയവനായ ദൈവത്തിന്റെ സന്നിധി ഞാൻ കരയുന്നു. He will hear my cry. ദൈവം എന്റെ പ്രാർത്ഥനകൾ കേൾക്കും. And surely I will receive God's blessing. നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭ്യമാകും. This is asking. കർത്താവ് പറയുന്നു, യാചിപ്പീൻ. And Psalm 65 verse 2 says, സങ്കീർത്തനം 65:2 പറഞ്ഞിരിക്കുന്നു, God is a prayer answering God. ദൈവം പ്രാർത്ഥന ഉത്തരം നൽകുന്ന ദൈവമാകുന്നു. He will hear all your cry. നിങ്ങളുടെ കരച്ചിലെല്ലാം ദൈവം കേൾക്കും. When you cry unto him, നാം ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ, or when you ask him, അല്ല കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, he'll come straight to you. നേരിട്ട് ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. Hear all your cry. നിങ്ങളുടെ കരച്ചിലെല്ലാം ദൈവം കേൾക്കും. And he'll say, പിന്നെ ദൈവം my പറയും, daughter, എന്റെ മകളെ, my son, എന്റെ മകനെ, I have heard your cry. നിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. I'll give you what all you need. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. You pray all the cry of yours. നിങ്ങളുടെ കരച്ചിലോ പ്രാർത്ഥനയും അപേക്ഷയും വരണം. And if you read Hebrews chapter 5 verse 7, എബ്രായർ 5:7 നിങ്ങൾ വായിക്കുമെങ്കിൽ, Lord Jesus himself cried before the Father as we have to follow his example. കർത്താവ് ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ചതുപോലെ നാം ദൈവത്തിന്റെ യേശുവിന്റെ മാതൃക പിന്തുടരണം. If you read 1 Peter chapter 2 verse 21, 1 പത്രോസ് 2:21 നിങ്ങൾ വായിക്കുമെങ്കിൽ, it says അവിടെ പറയുന്നു, we have to follow the footsteps of Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽ ചുവടുകൾ നാം പിന്തുടരണം. As how he was walking, യേശു എങ്ങനെ നടന്നുവോ we have to follow his footsteps. യേശുവിന്റെ കാൽ ചുവടുകൾ നാം പിന്തുടരണം. How he prayed, എങ്ങനെ യേശു പ്രാർത്ഥിച്ചു, how he showed love to the people, എങ്ങനെ ജനങ്ങളോട് യേശു സ്നേഹം പ്രകടിപ്പിച്ചു, how he had communication with his Father. തന്റെ പിതാവിനോട് എങ്ങനെ യേശു കർത്താവ് ആശയവിനിമയം ചെയ്തു. All these things we can learn from the Bible. ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. We have to read the word of God. നാം ദൈവത്തിന്റെ വചനം വായിക്കണം. Young people, യുവജനങ്ങളെ, make up your mind. നിങ്ങളുടെ മനസ്സുകൾ ധൈര്യപ്പെടുത്തുക. When you are very young, നിങ്ങൾ വളരെ യുവത്വത്തിലായിരിക്കുമ്പോൾ that is the high time to seek God.
ആ സന്ദർഭത്തിലും ദൈവത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. So the Lord Jesus, before he was crucified, he cried unto his Father. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചു. Word of God says ദൈവത്തിന്റെ വചനം പറയുന്നു, he had offered up prayers and supplications യേശു കർത്താവോ അപേക്ഷകളും പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചു. with strong crying. വളരെ നിലവിളിയോടും കരച്ചിലോടും കൂടെ, Strong crying നിലവിളിയോടും കരച്ചിലോടും കൂടെ, and with tears. കണ്ണുനീരോടുകൂടെ, Unto him who was able to save him from death. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തോട് അപേക്ഷിച്ചു. When he prayed like that, അത്തരത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ, or when he asked the divine Father what to do, എന്തു ചെയ്യണം എന്ന് ദിവ്യനായ പിതാവിനോട് യേശു അപേക്ഷിച്ചപ്പോൾ what happened? എന്തു സംഭവിച്ചു? From heaven, സ്വർഗത്തിൽ നിന്ന്, from the heavenly Father, സ്വർഗസ്ഥനായ പിതാവ് he received a strength, യേശുവിന് ശക്തി ലഭ്യമായി. a big strength. വലിയ ശക്തി ലഭിച്ചു. He was strengthened in his body, ശരീരത്തിൽ യേശുവിന് ശക്തി ലഭിച്ചു. in his spirit, ആത്മാവിൽ ശക്തി ലഭിച്ചു. and he was ready to be crucified. ക്രൂശിക്കപ്പെടാനായി യേശു തന്നെ തന്നെ ഒരുക്കി. Disciples could not stand. ശിഷ്യന്മാർക്ക് നിലകൊള്ളാൻ കഴിഞ്ഞില്ല. He ran away from that place. അവർ അവിടുന്ന് ഓടിപ്പോയി കളഞ്ഞു. You know why? എന്തുകൊണ്ടെന്നറിയുമോ? They were sleeping. അവർ ഉറങ്ങിയിരിക്കുകയായിരുന്നു. Sleeping. അവർ ഉറങ്ങുന്നു, Sleeping. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. Are you a sleeping Christian? ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഉറങ്ങുന്ന ക്രിസ്ത്യാനികളോ? All the time sleeping till 8 o'clock. എല്ലായ്പ്പോഴും 8 മണി വരെ ഉറങ്ങി കഴിയുന്നവരോ? If you want to follow the Lord carefully, ശ്രദ്ധയോടുകൂടി യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കണമെങ്കിൽ, if you want whatever you ask, it should be granted. You have to rise up early in the morning every day. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ അതിരാവിലെ എഴുന്നേൽക്കണം. Because the Lord Jesus Christ asked the Lord to deliver him from the fear of death. കാരണം എന്തെന്നാൽ മരണഭീതിയിൽ നിന്നും തന്നെ വിടുവിക്കേണ്ടതിനു വേണ്ടി യേശു പിതാവിനോട് അപേക്ഷിച്ചു. From the problems he had to face during the time he'll be crucified. ക്രൂശിക്കപ്പെടുന്ന വേളയിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും വേദനയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശു അപേക്ഷിച്ചു. John 16:33 says, യോഹന്നാൻ 16:33 പറഞ്ഞിരിക്കുന്നു, he overcame all the sufferings and agony of this world. ഈ ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും വേദനകളും യേശു കർത്താവ് അതിജീവിച്ചു. 1 Corinthians 15:57 says, 1 കൊരിന്ത്യർ 15:57 പറഞ്ഞിരിക്കുന്നു, thanks be unto God who gives us victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന കർത്താവിന് സ്തോത്രം. So we have to ask God. അതുകൊണ്ട് നാം ദൈവത്തോട് അപേക്ഷിക്കണം. You may say, I don't have peace. അയ്യോ, നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് സമാധാനമില്ല, I don't have joy. എനിക്ക് സന്തോഷമില്ല. In my home all the time we are fighting and fighting. ഭവനത്തിൽ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. I don't want to face anybody in this world. ഈ ലോകത്തിൽ ആരെയും നേരിടുവാൻ തയ്യാറല്ല. All kinds of problems you may be facing in your house. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനേകം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആയിരിക്കാം. Just like that, there was one family in the Bible days. അതുപോലെ തന്നെ വേദപുസ്തക നാളുകളിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. The man was called Elkanah. ആ മനുഷ്യനെ എൽക്കാന എന്ന് വിളിച്ചിരുന്നു. And he had 2 wives. അവന് 2 ഭാര്യമാരുണ്ടായിരുന്നു. One wife is a problem. ഒരു ഭാര്യ പ്രശ്നക്കാരി ആയിരുന്നു. 2 wives means double problem. എന്നാൽ 2 ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രശ്നം എന്നർത്ഥം. This is what is happening in the world. ഇതാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. No peace. സമാധാനമില്ല. One lady was having a lot of children. ഒരു സ്ത്രീക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. Another wife called Hannah had no children. മറ്റേ ഭാര്യ ഹന്നയ്ക്ക് മക്കളെ ഇല്ലായിരുന്നു. So this lady who had many children, all the time she was provoking that sister. അതുകൊണ്ട് ധാരാളം മക്കളുള്ള ആ ഭാര്യ മറ്റേ സഹോദരിയെ എപ്പോഴും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. There was no peace at all. സമാധാനമേ ഇല്ലാതിരുന്നു. That lady Hannah, because she had no children, all the time she was crying and crying, was not taking food at all. ഹന്ന എന്ന സ്ത്രീക്ക് മക്കളില്ലാതിരുന്നാൽ ആഹാരം പോലും കഴിക്കാതെ എപ്പോഴും കരഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. And the man Elkanah, his husband, loved her so much. അവളുടെ ഭർത്താവ് എൽക്കാനയോ അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. So he was very sad. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. Oh, I love my wife so much. അയ്യോ, എന്റെ ഭാര്യ ഞാൻ വളരെ സ്നേഹിക്കുന്നു, but she's not at all taking food. അവൾ ആഹാരം പോലും കഴിക്കുന്നില്ല. He was worried. അവന് മനോഭാരമുണ്ടായി. Likewise, so many problems in the home, isn't it? അതുപോലെ നമ്മുടെ ഭവനത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയല്ലേ?
Even today you might have come bringing lot of problems in the family. ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ അനേകം പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. Or in your working place. അല്ല, നിങ്ങളുടെ പ്രവൃത്തി സ്ഥലത്തെ പ്രശ്നങ്ങളുമായി വന്നിരിക്കാം. How they asked and received God's blessing. എങ്ങനെയാണ് അവർ കർത്താവിനോട് അപേക്ഷിച്ച ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചത്? There is a beautiful verse in the Bible വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വേദവാക്യമുണ്ട്, which we read in Philippians chapter 2 verse 13. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം ആകുന്നു അത്. It is God who works in you both to will and to do. good, both to do and to will. That's enough. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. It says God himself will put a thirst in your heart അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കും എന്നാകുന്നു, to fulfill God's will. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ. Hannah was filled with God's will. അതുകൊണ്ട് ഹന്നയ്ക്ക് ദൈവഹിതം കൊണ്ട് സമ്പൂർണ്ണമായി നിറയപ്പെട്ടവളായി തീർന്നു. What was God's will? എന്തായിരുന്നു ദൈവഹിതം? She went straight to the presence of God. അവൾ നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. She went into the temple. അവൾ ദൈവാലയത്തിലേക്ക് പോയി. She felt the presence of God in a marvelous way. വിസ്മയകരമായ ദൈവസാന്നിധ്യം അവൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. She knelt down അവൾ മുട്ടുകുത്തി, and cried out. അവൾ കരഞ്ഞു വിലപിച്ചു, Cried unto the Lord. അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. First Samuel chapter 1 verse 15 says, 1 ശമൂവേൽ 15-ാം അധ്യായം ഇപ്രകാരം she പറഞ്ഞിരിക്കുന്നു, poured out all her agony before the Lord ദൈവസന്നിധിയിൽ അവളുടെ വേദനകളെല്ലാം അവൾ നിരത്തി വെച്ച ശേഷം and asked the Lord to fill her heart and her home with peace. സമാധാനം കൊണ്ട് അവൾ ഹൃദയത്തെയും അവളുടെ ഭവനത്തെ നിറയ്ക്കുവാൻ അവൾ അപേക്ഷിച്ചു. That's what you and I have to do. അതാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടത്. My sisters, my brothers. എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, She asked the Lord, അവൾ ദൈവത്തോട് അപേക്ഷിച്ചു, I don't know what to do. എനിക്കെന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. Some or other, എങ്ങനെയെങ്കിലും hear my cry. ദൈവം കരച്ചിൽ കേട്ടു. She was crying unto the Lord. അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു കൊണ്ടിരുന്നു. My precious children of God, എന്റെ വിലയേറിയ ദേവദാസന്മാരെ, let's learn one thing. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. Whenever you have some problem in your home നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, or in your life, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, I don't have a child, അയ്യോ എനിക്ക് കുഞ്ഞുങ്ങളില്ല, I am not getting married at the right time, തക്ക സമയത്ത് എനിക്ക് വിവാഹം നടക്കുന്നില്ല, I am not getting a job, എനിക്ക് ഉദ്യോഗം ലഭിക്കുന്നില്ല, so many problems are there. അനേകം പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ. What you have to do? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Just like this Hannah, ഈ ഹന്നായെ പോലെ go to the presence of God. ദൈവസന്നിധിയിലേക്ക് പോകുവിൻ. Maybe in your own home, നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ പോലും go to a corner ഒരു മൂലയിലേക്ക് നിങ്ങൾ പോകുവിൻ. and cry out to the Lord. ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുവിൻ, Lord, കർത്താവേ, I don't have this blessing, എനിക്ക് ഈ അനുഗ്രഹമില്ല, I don't have this need. എനിക്ക് ഈ ആവശ്യം നിറവേറിയിട്ടില്ല. Unless you give me that need, give me that blessing, I will not leave you. ദൈവമേ, അങ്ങ് ആ അനുഗ്രഹം തരാതെ ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല. Keep this in your mind always. എല്ലായ്പ്പോഴും ഇക്കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവിൻ. This is what you have to do. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Without doing that, അത് ചെയ്യാതെ don't go this side and that side and see whom I can meet, whom can deliver me and all sorts of things. Don't have all those things. ആ ഭാഗത്തും ഈ ഭാഗത്തും ഓടി നടന്നിട്ട് അയ്യോ ആര് എന്നെ വിടുവിക്കും എന്ന ചിന്താഭാരത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട. Keep this in your mind. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ It's സൂക്ഷിക്കുക. a very simple thing. ഇത് വളരെ ലളിതമായ കാര്യം. Whenever problem comes, എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ വരുന്നുവോ, whenever you miss some goodness or good things in your life, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നന്മ നിങ്ങൾക്ക് നഷ്ടമാകുന്ന വേളകളിൽ kneel down where you are. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ മുട്ടുകുത്തുവിൻ. If you have problem in your home, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ you and your wife and children gather together. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പിൻ. Look unto God. നിങ്ങൾ ഹൃദയം ഒരുമിപ്പിൻ. Look unto God. ദൈവത്തെങ്കിലേക്ക് Look നോക്കുവിൻ. unto God. ദൈവത്തെങ്കിലേക്ക് നോക്കുവിൻ. And start crying ദൈവത്തോട് കരഞ്ഞപേക്ഷിപ്പിൻ, or asking. അല്ലെങ്കിൽ യാചിപ്പിൻ. Go on asking. തുടർന്ന് യാചിപ്പിൻ. This is not a simple thing. ഇത് ലളിതമായ കാര്യമല്ല. So you have to learn a lesson. അതുകൊണ്ട് നിങ്ങളൊരു പാഠം പഠിക്കണം. You have some problem in your family, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ don't start crying, നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. but kneel down. മുട്ടുകുത്തുവിൻ. It's a family. ഒരു കുടുംബസമേതം മുട്ടുകുത്തുവിൻ. And seek God with all your heart. ഹൃദയംഗവുമായ ദൈവത്തെ അന്വേഷിപ്പിൻ. Hallelujah. ഹല്ലേലൂയ. You are going to be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു.